ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശിവാംഗിയെക്കുറിച്ചാണ്. ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിന് പാട്ടുകാരിയാണ്, അത് നിങ്ങൾക്ക് എല്ലാം അറിയാം. എന്നാലും ഒരു പ്രത്യേകത ആ കുട്ടിക്കുണ്ട്. ആ കുട്ടി കൊടുത്ത എല്ലാ ഇന്റർവ്യൂ വൈറലാവും. അത് മലയാളികൾ ഏറ്റെടുക്കുന്ന. എന്തുകൊണ്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ കാണാൻ കിട്ടാത്ത ഒരു സംഭവമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ്. സംസാരത്തിൽ ഒന്നും മറച്ചു വെക്കില്ല, നുണ പറയില്ല. എന്ത് ചോദ്യം ചോദിച്ചാലും ഓപ്പണായിട്ട് ഉള്ളതങ്ങ് പറയും. അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. എന്നാലും ഇപ്പൊ ഒന്നും ആൾക്കാരെ അങ്ങനെയുള്ള കുട്ടികളെ ഇപ്പൊ തീരെ ഒരു 4 വയസ്സുള്ള കൊച്ചുങ്ങൾ പോലും ഫിലിമിലൊക്കെ ഒന്ന് അഭിനയിച്ചൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടില്ലേ? വലിയ കൊച്ചുവായില് വലിയ വർത്താനം പറയുന്ന കേട്ട് നമ്മൾ നമിക്കും. അത്രയാണ് പിള്ളേര്. അപ്പൊ ശിവാംഗിയുടെ സംസാരം പിന്നെ ഇതാണ്, തമിഴ് ആണ്, മലയാളം അത്ര അറിയത്തില്ല. ആ തമിഴ് കലർന്ന മലയാളവും പിന്നെ പുള്ളിക്കാരത്തിയുടെ ആ സൗണ്ടും പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള സംസാരം എല്ലാം കൂടെ കൂടുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടും. നമുക്കിപ്പോ കണി കാണാൻ പോലും കിട്ടില്ല ആ ടൈപ്പ് സ്വഭാവം. വളരെ സൂക്ഷിക്കണം. ആരും ചോദ്യം ചോദിക്കുന്ന എന്ത് ചോദ്യമാണേലും സത്യമേ മറുപടി പറയുള്ളൂ. അതിപ്പോ വീട്ടിലെ വളരെ രഹസ്യമായ കാര്യമാണേലും പുള്ളിക്കാരത്തി ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞിരിക്കും. അതാണ് അതിന്റെ ഒരു അപകടം. അപ്പൊ ഒരു അവാർഡ് കൊടുത്തു, ഡിജിറ്റൽ സൂപ്പർ അവാർഡ്. അത് മീരയായിരുന്നു ആങ്കർ. ആ അവാർഡിനെ പറ്റി ഒന്ന് കേൾക്കാം. വേണ്ടി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഫാമിലിക്ക് ഒരു വലിയ കൈഡി നൽകിക്കൊണ്ടാണ് പേഴ്സണലി ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഡാസ്ലർ റിട്ടേൺ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ലെന ചേച്ചിയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആ കാറ്റഗറി ഏതാണെന്ന് ചേച്ചി അനൗൺസ് ചെയ്യുന്നു. കാറ്റഗറി ഇസ് Dazzler Eterna Digital Queen 2025. ഡാസ്ലർ റിട്ടേൺ ഡിജിറ്റൽ ക്വീൻ, ഡിജിറ്റൽ രംഗത്തെ രാജ്ഞി ആരാണെന്ന് നമ്മൾ അറിയാൻ പോകുന്നു. ചേച്ചി, ആരാണ് കിരീടം ചൂടിയ രാജ്ഞി? ആരാണ്? Any guesses? കേട്ടില്ല. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോസ് എല്ലാം തന്നെ സൂപ്പർ സെൻസേഷണൽ, സൂപ്പർ വൈറലാക്കിയ, മലയാളക്കര കീഴടക്കിയ ആ റാണി ആരാണെന്ന്? Shivangi Krishnakumar. ശിവാംഗി കൃഷ്ണകുമാർ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിലെ ഞങ്ങളുടെ ഡിജിറ്റൽ ക്വീൻ ശിവാംഗി. നല്ലൊരു കൈയ്യടി നൽകാം. ഞങ്ങളുടെ കഴിഞ്ഞ ഇപ്പൊ വീഡിയോ എല്ലാം വൈറലായതിന്റെ പേര് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ അവാർഡ് ശിവാംഗിക്ക് കിട്ടി. ഇനി മീരയുടെ വക ആങ്കറിംഗ് ആണ്. മീര ഈ കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് മീര ചോദിച്ച കമന്റ് ബോക്സ് നിറച്ചിട്ട് എഞ്ചിനീയർ ഹരിദാസ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ഓരോ അഭിപ്രായമുണ്ട്. എന്നാലും എനിക്കും ഒന്ന് തോന്നി മീര ഒരു നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ച. കാരണം വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുണ്ടോ? അത് എല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്, അതുകൊണ്ട് ലോൺ ഉണ്ട്, കുഴപ്പമില്ല. ലോൺ ഉണ്ട്. പ്ലസ് ഞാൻ ആ കാശ് എന്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനി ഒരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ല് 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ, അതായത് ഒരാളെ വാക്കുന്നതേ ഇന്ന് ഇതാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി ആരവർക്ക് കാശ് കൊടുക്കും? ഉള്ളത് എന്താണോ മനസ്സില്, ആ ചോദിക്കുന്ന എവിടെയാ, ആരാ ചോദിക്കുന്നത്, എവിടെയാ നിൽക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. എന്താണോ സത്യമല്ലാതെ ഒന്നും പറയത്തില്ല കേട്ടോ. അപ്പൊ തന്നെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയും. അടുത്ത കേൾക്കാം. ധ്രുവ് വിക്രം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ് വിളിക്കുകയാണ്, ഞാൻ റെഡിയാണ് ശിവാംഗി, നീയുമായിട്ട് എന്തോ ഒരു അലിയൻസിന് ഞാൻ റെഡി അമ്മ എന്ന് പറഞ്ഞു വിളിച്ചാൽ എന്ത് പറയും? സോറി, ഐ എം ഓൾറെഡി ടേക്ക് എന്ന് അവര് പറയും. ആര്? ധ്രുവോ? അയ്യോ, ഓക്കെ, കട്ടി ഇത് എഡിറ്റ്. ഓക്കെ, വേണ്ട. സന്ദീപ് വന്നാൽ എന്ത് ചെയ്യും? സന്ദീപ് വന്നാൽ ഞാൻ സന്ദീപ് എടുത്ത് പോയി. എനിക്ക് ഒന്ന് ഭയങ്കര ഫാനാ. എനിക്ക് നിങ്ങളുടെ പടക്കളം ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ആ 3 റോൾ ഡിഫറെന്റാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരുമാതിരി ആയിപ്പോയി, അങ്ങനെ എന്നൊക്കെ ഞാൻ പറയും. ഇത്രയും പറയുമ്പോ തന്നെ സന്ദീപ് ഫ്ലാറ്റ്. അല്ല, ഇനിയിപ്പോ ഉണ്ണി മുകുന്ദനാണെങ്കിലോ? അയ്യോ, ഉണ്ണി മുകുന്ദനാണ് എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ വന്ന് ആയിപ്പോകും. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട് ചെയ്തത്? ഫേസ്. എല്ലാരും ഇപ്പോ ബോയ്സ് എല്ലാം വന്ന് ഗേൾസിന്റെ കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഓവറോളാ കണ്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എപ്പോമേ.
ഉണ്ണി ഓവറോൾ ഉണ്ണിക്ക് ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ 9.5 മാർക്ക് ഔട്ട് ഓഫ് 10 അല്ലേ ശിവാംഗി? ഞാനാരാ മാർക്കിടാൻ? മാർക്ക് ഇടുന്നില്ല നമ്മള്. ഇല്ല, ദൈവം സൃഷ്ടിച്ചതാണ്, നമ്മൾ മാർക്കിട്ട് അതിനെ വന്ന് ചെയ്യാൻ പാടില്ല. പറഞ്ഞ കേട്ടോ, അതെ, നമ്മൾ ആർക്കെങ്കിലും മാർക്ക് ഇടാനാ? അതൊരു വലിയ കുഞ്ഞു കൊച്ചു ചോദിക്കുന്ന പോലെ ചോദ്യം കേട്ടാൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കും. പക്ഷേങ്കിൽ അത് ആലോചിച്ചാൽ ഒന്ന് നോക്കിക്കേ, നമ്മൾ ആരാണ് ഒരാൾക്ക് മാർക്ക് ഇടാൻ? നമുക്ക് അതിന് എന്താണ് യോഗ്യത ഇടുക? അത് ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നത് വലിയ വർത്താനമാണ് പറഞ്ഞ പുള്ളിക്കാരത്തി. അത്ര സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടാലും വലിയൊരു ചിന്താഗതിയാണ് പങ്കുവച്ചത്. ബാക്കി കേൾക്കാം. വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു, ബെൻസോ. കണ്ടുകൊണ്ടോ? അത് എല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്, അതുകൊണ്ട് ലോൺ ഉണ്ട്, കുഴപ്പമില്ല, ലോൺ ഉണ്ട്. പ്ലസ് ഞാൻ ആ കാശ് എന്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനി ഒരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ല് 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ അതത് ഒരാളെ വാക്കുന്നതേ ഇന്ന് വിടാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി ആരവർക്ക് കാശ് കൊടുക്കും? അതൊരു ചോദ്യമായിപ്പോയില്ലേ? 2 പിള്ളേരെ തന്നെ ഒരാളെ വളർത്താൻ തന്നെ ബുദ്ധിമുട്ട്. സ്കൂൾ അഡ്മിഷന് ലക്ഷങ്ങൾ കൊടുക്കണം. ഇപ്പൊ ഒത്തിരി പിള്ളേരൊക്കെ ആയ എങ്ങനെ വളർത്തും? ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കുക ചെയ്യുന്നത്. അടുത്തേക്കാം. വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്ങാ? അങ്ങനെ ഓ, നല്ല കുട്ടി കേട്ടോ. എന്റെ ചേച്ചിക്ക് അറിയാം ബെഞ്ചിങ് എന്താ. ബെഞ്ചിങ് എന്നൊരു സാധനമുണ്ട്, ബിബിൻ അറിയാം. ബെഞ്ചിങ് അതായത് ഒരു ബെഞ്ചിൽ നമ്മൾ 3-4 പേരെ ഇരുത്തുന്നത് പോലെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ബൈ വെക്കും. ഒരാൾ പോയാൽ അടുത്ത ആള് പോയാൽ അടുത്ത ആള്. അത്ര ടാലന്റ് എനിക്കില്ല. അതായത് നമുക്കെല്ലാം നൈറ്റ് ഉറങ്ങാനേ ടൈമില്ല. ഇതിൽ 3 പേരെ നിക്ക വെച്ച് അവന്റെ ഉറക്കം കെടുത്തി ഈ പാപം, ഇത്ര പാപം നമുക്ക് ആവശ്യമില്ല. അത്രയും പാപം വേണ്ട. എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി. എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. റിയലി? ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും കഴിവുള്ള കുട്ടീനെ ആരാണ് തേച്ചത്? സൗന്ദര്യമല്ല, ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. പണ്ടെല്ലാം കുറച്ച് ഓക്കെ തന്നെയായിരുന്നു ഞാൻ. സൗന്ദര്യം കുറച്ച് ഇപ്പോൾ കുറച്ച് 26-27 വയസ്സിലാവുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി വരില്ലേ, അപ്പോഴാണ് വരാൻ തുടങ്ങിയത്. ഞാനെപ്പോൾ ഈ കുട്ടിയുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായാലും ചിരിച്ചൊരു വഴിയാകും. ഇപ്പൊ പറഞ്ഞു കേട്ടോ, സൗന്ദര്യമൊക്കെ ഇപ്പോഴും 26-27 വയസ്സിലൊക്കെയാണ് വന്നു തുടങ്ങി. പിന്നെ മീരയുടെ വിവരദോഷം, ബെഞ്ചിങ്. ശരിക്കും കമന്റ് ബോക്സ് വായിച്ചപ്പോൾ ഈ ഒരു വാക്കിനെ കുറിച്ചാണ് ആൾക്കാർ മുഴുവൻ ഇട്ടിരുന്നത്. മീര നിങ്ങളെപ്പോലൊരു കുട്ടിയല്ല. ആ കുട്ടി വളരെ മര്യാദയ്ക്ക് വളരെ ഇന്നസെന്റ് ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുട്ടിയെ അതിനെ അതിന്റെ വഴിക്ക് വിട്ടേര്, അത് ജീവിച്ചു പൊക്കോട്ടെ. അതിന് നിങ്ങൾ ക്ലാസ് എടുത്ത് ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കണം. ശരിക്കും ബെഞ്ചിങ് അത് കേട്ടിട്ടില്ല കേട്ടോ. ന്യൂജൻ ഇടപാടെന്തോ ആണ്, എനിക്കും അറിയത്തില്ല. ആർക്കും അറിയാവുന്നവരും അറിയാവുന്ന ഇതിൻ്റെ അകത്ത് സമ്മതിക്കുന്നില്ല. പക്ഷേ ഇവർ പറഞ്ഞു വെച്ച് ഒരു വെടിക്കുള്ള മരുന്ന് കൈ വേണമെന്ന് പഴമക്കാർ പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ? അതായത് ഒരു റിലേഷൻ ഉള്ളപ്പം മറ്റൊന്നും കൂടെ വെക്കുക. അപ്പൊ ഇത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ബ്രേക്കപ്പ് ആകുകയാണെങ്കിൽ അടുത്ത് പിടിക്കാന്ന്, അതാണോ അതിന്റെ അർത്ഥം? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അത് ബെഞ്ചിങ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ വന്നിരിക്കുന്ന കുറെ കാര്യമാണ് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ലവർ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കും ബെസ്റ്റിയോടെല്ലാം തുറന്നു പറയും. ബെസ്റ്റി എല്ലാവരും എപ്പോഴും ബെസ്റ്റിക്കാണ് ലവറിനെക്കാട്ടും കുറച്ചുകൂടെ അടുത്ത് ഇടപെടാവുന്നത്. അവസാനം ബെസ്റ്റി അടിച്ചുകൊണ്ട് പോകുന്ന കേസും ഉണ്ട് കേട്ടോ എല്ലാത്തിലും. അതേപോലെയാണ് ഇത് ബെഞ്ചിങ്. ഇതൊക്കെ എന്തുവാണോ ആവോ. ഏതായാലും ആൾക്കാർ കമന്റിൽ ഇട്ടിരിക്കുന്നത് മീരെ ഈ കുട്ടിയെ മോശക്കാരിയാക്കാൻ നോക്കല്ലേ, അത് അതിന്റെ വഴിക്ക് ജീവിച്ചു പോക്കോട്ടെ. അതുകൊണ്ട് ഈ ബെഞ്ചിങ്ങിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന സാധനത്ത് അതിന്റെ അടുത്ത സോങ് ഏതാ, അല്ലെ നേരത്തെ പാടിയതിൽ ഇഷ്ടമുള്ള പാട്ട് ഏതാ, ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗീതമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുള്ളപ്പോഴാണ് ഈ വക അവിഞ്ഞ ക്വസ്റ്റ്യനുകൾ ചോദിച്ചതെന്ന് കമന്റ് ബോക്സിലുണ്ട്. നേരാണ്, എനിക്കും അതേ അഭിപ്രായമാണ്. മീരയ്ക്കൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പം ആർക്കിഷ്ടപ്പെടണമെന്ന് കരുതിയാണോ ഇവരിങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നറിയില്ല. പൊതുജനത്തിന് ഇഷ്ടപ്പെടുമെന്നാണോ ഇവർ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ പൊതുജനം മൊത്തം എതിർ അഭിപ്രായമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.